പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ അഭിനയം പാഷനോടെ കൊണ്ടു നടക്കുന്നവർക്കും അവരുടെ സ്വപ്നത്തിലേക്ക് അവരുടെ ഡ്രീംസിലേക്ക് എത്തിച്ചേരാനായ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് RGM വെഞ്ചേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. ആസ് വി ഓൾ നോ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു പുതിയ തുടക്കം പങ്കുവെക്കാനാണ്. RGM വെഞ്ചേഴ്സിന്റെ ചരിത്ര യാത്ര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. സോ ഇനി നമ്മളെ സന്തോഷിപ്പിക്കാനും entertain ചെയ്യാനും RGM Ventures will be there with us. As I say that, ladies and gentlemen, please give them a huge round of applause. നല്ലൊരു കൈയ്യടിയോടെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കാര്യത്തിനും സർവേശ്വരന്റെ അനുഗ്രഹം വേണ്ടതാണ്. So let's begin this event with a prayer to seek the blessings of God Almighty. ഈശ്വര പ്രാർത്ഥനയ്ക്കായി I invite onto the stage Maitri Rajdev and Nikisha Rajdev to recite the prayer. Mahakarya Surya Kodi Samaprabha Nirvignam Kuru Me Deva Sarvakareshu Sarvada Vakratunda Mahakarya Surya Kodi Samaprabha Nirvignam Kuru Me Deva Sarvakareshu Sarvada. മനോഹരമായ അവസരത്തിൽ തിരി തെളിയിച്ചുകൊണ്ട് ആരംഭിക്കുവാനായി ആദ്യമായി ഞാൻ വെൽക്കം ചെയ്യുന്നു ബോക്സ് ഓഫീസ് ഹിറ്റ് മൂവികളുടെ സൂപ്പർ ഡയറക്ടറായ ബഹുമാനപ്പെട്ട വിനയൻ സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പ്രിയങ്കരിയായ നടി, yes, she's none other than the gorgeous and charming personality Bhavana. Ladies and gentlemen, please give her a huge round of applause. Thank you ma'am for gracing this occasion. നമ്മുടെ അടുത്ത വിശിഷ്ട അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തില് ഒത്തിരി അധികം സിനിമകൾ ഹിറ്റായ സംവിധായകനാണ്. നമ്മൾ ഏവർക്കും പ്രിയങ്കരനായ പപ്പേട്ടൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന M. പത്മകുമാർ സാറിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Please give him a huge round of applause, ladies and gentlemen. ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള പ്രസീത മാം ഏഷ്യാനെറ്റിലെ ബഡായി ബംഗ്ലാവ് എന്ന ഷോയിൽ നിന്ന് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടതാരമായി മാറിയ വ്യക്തിയാണ്. വളരെയധികം സന്തോഷത്തോടെ പ്രസീത മാമിനെ ഞങ്ങൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Put your hands together for the fabulous and talented Praseeda Menon. Thank you so much. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു the core personality of the company, K. Premchand, who is the operation director of RGM Ventures. I heartily welcome him onto the dais. Ladies and gentlemen, please give him a huge round of applause. I thank all the esteemed guests. Now I request you to kindly come forward and light the lamp.
സാധാരണ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കുന്നുള്ള ശീലമില്ല. ഞങ്ങൾ ബാക്കിൽ സ്കിറ്റ് കളിക്കുകയും അങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വരിക. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദിസ് ഈസ് എ ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് എനിക്കൊന്നും നിങ്ങൾ പറയുന്ന മീഡിയയിലെ ആൾക്കാർ പറഞ്ഞു കേട്ടു 3 പതിറ്റാണ്ടായിരുന്നു. ആദ്യം ഞാൻ വെച്ച് ഇത്ര ഏൻഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ സീരിയസ്ലി ടൈം പോകുന്നത് അറിയില്ല. അതാണ് ദ മാജിക് ഓഫ് സിനിമ. വൺസ് യു ആർ ഇൻ ടു ഇറ്റ് യു ആർ കംപ്ലീറ്റ്ലി എന്താ പറയുക ഫുള്ളി അതിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഇന്നിവിടെ വന്നിട്ടില്ല ഞാൻ വിശിഷ്ട അതിഥികൾ 2 പേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടുള്ളത് പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും ഇന്നതാണ്. എൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നൊരു ഡേറ്റും കാര്യമൊക്കെ ഒത്തു വന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ച് ബാബുവിനെയാണ്. ബാബുവിൻ്റെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസാണ്. അപ്പം ഞാൻ എന്തെങ്കിലും കാര്യമുണ്ട്, എനിക്ക് ബാബു വരണം. ഞാൻ വന്നേക്കാം, നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വിനയൻ സാറ് എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചാൽ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്ന സമയത്താണ്, അതായത് എൻ്റെ പ്രസവമായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വിനയൻ സാർ വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഇപ്പം പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വല്ലതും നിൽക്കും. അപ്പോൾ അത് പറ്റില്ല പ്രസീത, അതെനിക്കൊന്നും പറ്റില്ല. പ്രസീത പ്രസവം അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്ടോബർ 17 ഡേറ്റ് ആണോ, ഓക്കെ അത് പ്രശ്നമില്ല. ഇന്നൊരു കാര്യം ചെയ്യും, 56 കഴിഞ്ഞാൽ എൻ്റെ പടം ജോയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ്, വിച്ച് വാസ് എ സൂപ്പർ ഡ്യൂപ്പർ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡയാനയാണ്. സീരിയസ്ലി ഡയാനയുടെ സിനിമകളൊക്കെ ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ബഡായി ബംഗ്ലാവ് തൊട്ടുള്ള ഹിറ്റ് ഷോസ് എല്ലാം തന്നെ എനിക്കൊന്ന് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഈവൻ ഏഷ്യാനെറ്റ് ആയാലും മറ്റെല്ലാ ചാനലിലും എനിക്ക് ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമ ജേർണി. ഐ തിങ്ക് മോർ ദാൻ 45 plus films I have done, and now is the moment that we are entering into this new venture, RGM Ventures. ഇപ്പൊ എന്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ RGM Venturesനും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു. ഇതങ്ങനെയല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. പക്ഷെ എനിക്ക് എല്ലാമായിട്ട് എന്റെ ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും ഉള്ളപ്പോ ഇനി എനിക്ക് എന്ത് പേടി, അതാണ് എനിക്ക് ഇൻഡസ്ട്രി കണ്ടിട്ടുള്ള സ്നേഹവും അതുപോലെ പ്രേക്ഷകർ എല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ടെലിവിഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം, അതാണ് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേർണി, RGM Venturesന്റെ ഈ ജേർണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. നിങ്ങളുടെ ഒപ്പം ഞങ്ങളും നമുക്ക് ഒരുമിച്ച് ഇനി എന്താ പറയുക ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ്. ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേർണി, എൻ്റെയും ജേർണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിൽ എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് താങ്ക്സ് ഫോർ ദ ഹോൾ സപ്പോർട്ട്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രസംഗം ചുരുക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്ത് എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. I am so thankful. Thank you. Thanks a lot. And thanks to God and thanks to my parents and അച്ഛൻ അമ്മ. മുകളിൽ നമ്മളിതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മൾ പുനർപ്പിറവി എന്നൊക്കെ പറയുന്നത്. എന്തായാലും താങ്ക്സ് എ ലോട്ട്. എല്ലാവരും പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്യുക. അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവുക. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോവുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾ. താങ്ക് യു. ഇന്നത്തെ ദൗത്യം ഇവരെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയെ പറ്റി കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാനാണ്. പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമിക്കണം. ആക്ച്വലി ഞാൻ ഇത് ഇംഗ്ലീഷിലാണ് റെഡിയാക്കിയത്. സോ വിതൗട്ട് എനി ഫർദർ അഡ്യൂ, my sincere apologies. We'll start from the top. So ladies and gentlemen, a very good afternoon to one and all present here. Today I am thrilled to introduce RGM Ventures, where media and event converge in an unprecedented fusion of excellence. Our commitment is simple: to surpass industry standards and provide you with unparalleled services. With unwavering dedication, we prioritize your needs, ensuring that every event or media project receives attention
it deserves without compromising quality. As a team, we stand firmly behind you, ready to support your dreams and aspirations. Rest assured, RJ Ventures is here for the long haul. Today marks an historic event as we unveil RJ Ventures, poised to revolutionize entertainment. From film to live shows, we are redefining the landscape with captivating storytelling and unmatched creativity. We promise to deliver content that captivates, blending imagination with technical mastery. Our pledge is to maintain the highest standards of sophistication and innovation in every endeavor. RJ Ventures isn't just a company, it's a testament to extraordinary creativity and collaborations. Join us as we embark on this exhilarating journey, pushing boundaries and crafting unforgettable experiences. Thank you for being a part of our exciting team. Thank you all. A very warm welcome to all of you present here. It is my great pleasure and such an honor to speak a few words about our esteemed chief guest today. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി നിരവധി ഹിറ്റ് മൂവികൾ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭ. വിനയൻ സാറിനെ കുറിച്ച് പറയാൻ ഒത്തിരി വിശേഷണങ്ങൾ. സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ എനിക്ക് അവസരം തന്ന RGM Enterprises-നോട് എൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. A big round of applause for Director Vinayan, please. Sir, may I request you to come to the dais to launch the logo for our prestigious RGM Ventures Entertainment Company. Please welcome, sir. കന്നഡ ഭാഷകളിലായി നിരവധി സിനിമകളുടെ ഭാഗമായി അവർ മാറി. വിടർന്ന കണ്ണുകളും സദാ പുഞ്ചിരി തൂകുന്ന മുഖവും കൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയായി. നമ്മൾക്കേവർക്കും പ്രിയങ്കരിയായ മിസ് ഭാവന മാഡമിനെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. A very warm welcome to the ravishing, dashing, beautiful and talented Miss Bhavana. A very big round of applause, please. അതിൻ്റെ ഡയറക്ടർ അഭിലാഷ്, പ്രിയങ്കരയായ ഭാവന, പ്രിയ സുഹൃത്തുക്കൾ പത്മകുമാർ, അടുത്ത മലയാളത്തിൻ്റെ ഒരു കോമഡിയിൽ നിന്ന് വില്ലനായിട്ട് മാറാൻ വളരെയേറെ സാധ്യതയുള്ള എൻ്റെ പ്രിയ അനുഗ്രഹിക്കുന്നതായ നസീർ, ബാദുഷാ, അഭിലാഷ് പിള്ള, അതുപോലെ തന്നെ ടെസ്നി ഇപ്പോൾ ബാക്കിലെ ഡയാന, മറ്റ് ഒത്തിരി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെള്ളിനക്ഷത്ര സിനിമ ആണ് ഈ പ്രസിദ്ധ മേനോന് ഞാനായിട്ട് ഒരു അടുപ്പമുണ്ടാകുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട്. അന്നോട്ട് എനിക്കറിയാം പ്രസിദ്ധമായ എനർജറ്റിക്കാണ്, വളരെ എനർജറ്റിക്കായ പ്ലീസിങ്ങായ ലവ്ഫുള്ളായ പ്രസിദ്ധയുടെ എല്ലാ വെഞ്ചേഴ്സും സക്സസ് ആകട്ടെ. ആദ്യം വെഞ്ചേഴ്സിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ ഭയങ്കര ഒരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് തോന്നുന്നില്ല, ബിക്കോസ് എല്ലാവരെയും അറിയുന്ന ആൾക്കാരാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. അതും ഒരുപാട് പേരെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഫ്രം വിനയൻ സർ, ടെസ്റ്റ് ചേച്ചി, പിന്നെ ബാദുഷ, പപ്പട്ടൻ, നസീറൻ, ആരെയും അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കാണുന്നുണ്ട്. സജി ചേച്ചി, അങ്ങനെ കുറേ പേരെ കാണാൻ സാധിച്ചില്ല. ഈ മോഹൻ ചേട്ടനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്.
പ്രസീത ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 1 month ഒരു US ഷോയ്ക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ പ്രസീത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നല്ല ഫണ്ണായിരുന്നെങ്കിലും എന്നേക്കാൾ കൂടുതൽ പ്രസീത ചേച്ചി ഒരു കോൺസ്റ്റൻ്റ്ലി ടച്ച് വെച്ചിരുന്നത് അമ്മയായിട്ടാണ്. സോ അമ്മയായിട്ട് പ്രസീജി മിക്ക സമയത്തും വിളിക്കും, അവർ സംസാരിക്കും, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ആയിരിക്കുമ്പോൾ പ്രസീജ് ചേച്ചി അമ്മയുടെ അടുത്ത് വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു വെഞ്ചർ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വെഞ്ചറിൽ കയറാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. സോ ഹാപ്പി ഫോർ യു പ്രസീജ് ചേച്ചി. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മൾ മൂവീസ് കാണും പറയാം, ബിക്കോസ് കോമഡി ചെയ്യുന്ന ഫീമെയിൽ ആക്ടേഴ്സ് വളരെ കുറവാണ്. സോ പ്രസീജ് ചേച്ചി എക്സ്ട്രീംലി ടാലൻറ്റഡ്. കരിയറിലാണെങ്കിലും ഈ പുതിയൊരു വെഞ്ചറിലാണെങ്കിലും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒരു വലിയ സക്സസ് ആവട്ടെ, നല്ല കുറേ മൂവീസ് ചെയ്യട്ടെ. നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു ക്വാളിറ്റി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നല്ല മൂവീസാണ് അവരുടെ ഇൻറ്റൻഷൻസ്. അത് നടക്കട്ടെ, നല്ല മൂവീസ് ചെയ്യട്ടെ, ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ. RGM വെഞ്ചേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. നമസ്കാരം. ഭാവന പറഞ്ഞതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കിപ്പോൾ പ്രസീതായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ട് പ്രസീതനെ കുറിച്ച് പറയാൻ. എടുത്തു പറയണമെങ്കിൽ എൻ്റെ പേഴ്സണൽ വൈസും എൻ്റെ പ്രൊഫഷണലിയും എൻ്റെ ഒരു ഗുഡ് ലക്ക് ചാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പ്രൊഫഷൻ ഞാൻ തുടങ്ങിയ ആദ്യത്തെ പ്രോഗ്രാമാണ് സിനിമാല. അതിലെ ഫസ്റ്റ് ഷോട്ട് ഞാൻ എടുക്കണ പ്രസീതനെ വെച്ചിട്ടാണ്. അപ്പൊ പ്രസീത അന്ന് തുടങ്ങി ഞങ്ങൾക്ക് അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഒരു 20 വർഷം ആ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അതൊരു വേൾഡ് റെക്കോർഡാണ്. അതിൽ അപ്പോൾ എനിക്കെപ്പോഴും പ്രസീത ഒരു ഐശ്വര്യത്തിന്റെ സിമ്പിളാണ്. അത് പിന്നീട് ഒരു 20 വർഷത്തിന് ശേഷം ഞാൻ ബഡായി ബംഗ്ലാവ് തുടങ്ങിയപ്പോഴും എനിക്ക് പ്രസീതനെ അതിൽ ഇൻവോൾവ് ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായി എന്ന ക്യാരക്ടർ ഞാൻ പ്രസീതക്ക് വേണ്ടി തന്നെയാണ് അത് ഒരുക്കിയത്. അപ്പൊ എപ്പോഴും അത് എൻ്റെ പ്രൊഫഷണൽ സൈഡ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് എൻ്റെ കരിയറിൽ വന്നും പോയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ഇപ്പൊ ഞങ്ങളൊരു 30 years ആയി ഒരേ മീറ്ററിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ വളരെ ഹാൻഡ്ഫുൾ ഓഫ് ആർട്ടിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ പ്രസീതക്ക് തന്നെയാണ്. കാരണം ഒരിക്കലും പുള്ളിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ സക്സസ് ഒന്നും പുള്ളിനെ എഫക്ട് ചെയ്യില്ല. അന്നും ഇന്നും ഒരേപോലെയാണ് എന്നോട് പെരുമാറുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷം. അത് പിന്നെ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി. ഇപ്പൊ എന്റെ ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് എപ്പോഴും വരാറുണ്ട്. അപ്പൊ പ്രസീതനോടൊന്ന് സംസാരിച്ചാൽ മതി, എന്താടാ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂളാവും. അത് വളരെ റയറായിട്ട് കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. അതാണ് പറയുന്നത്, എപ്പോഴും എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണത്. എപ്പോഴും എന്നെ ആസ് എ ഡയറക്ടർ ഞാൻ ഇത്രയും വർഷം ടെലിവിഷനിൽ ഡയറക്ട് ചെയ്യുമ്പോൾ ആ ഒരു പീരിയഡ്, അതായത് ആ പ്രോഗ്രാം ചെയ്യുന്ന പീരിയഡിലെ സലാമുകൾ അത് കഴിയുമ്പോൾ ആളുകൾ മറന്നു പോകും നമ്മളെ. പക്ഷെ പ്രസീത അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വെഞ്ചറിൽ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ആൻഡ് കൗണ്ട്ലെസ് ബ്ലെസ്സിങ്സ് പ്രസീത. എല്ലാവർക്കും നമസ്കാരം. ഈ പറയുന്നത് തന്നെ ഒരു വലിയൊരു ചടങ്ങ് വന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബത്തിലൊരു പരിപാടി വന്ന പോലെ ഒരു ഫീലാണ്. പുതിയ പ്രൊഡക്ഷൻ കമ്പനി എടുത്ത് എന്നെ പോലെ എഴുത്തുകാർക്ക് വലിയ സന്തോഷമാണ്. കാരണം എഴുതി വെച്ച സ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ പുതിയൊരു പേരുടെ കുട്ടി പ്രസേജ് ചെയ്തു. 5 മണിക്ക് ഞങ്ങൾ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കഥ പറയാനായിട്ട്. ചേച്ചിയുടെ പിന്നെ നമ്മൾ ഈ എപ്പോഴും പണ്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ജൂറി എന്നൊരു വാക്കാണ്. ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട് ഈ അവാർഡ് ജൂറി ആരാണ് എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച പേരുണ്ട് ഡയാന. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയെ കാണുന്നത്. 15-ാം വയസ്സ് മുതൽ കാണുന്ന ഒരു പേരാണ്. ഇന്നാണ് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞത്. പിന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട വിനയൻ സാറ്, പപ്പേട്ടൻ, ബാധിക്ക, നസീർക്ക, പിന്നെ ഭാവനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ എൻ്റെ കഴിഞ്ഞിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന സമയത്ത് എനിക്കത് അറിയാവുന്ന ഒരു സിനിമ അത് നേരിട്ട് പരിചയമുള്ള ഒരു സിനിമാക്കാരി എന്ന് പറയുന്നത് രമ്യ നമ്പീഷനാണ്. അപ്പോൾ ഞാനും രമ്യ ഒരേ നാട്ടുകാരിയാണ്. പലപ്പോഴും രമ്യയുടെ വീട്ടിൽ ഞാൻ എപ്പോഴും കയറി വരും. അങ്ങനെ ഒരിക്കലും ഞാൻ കയറി വരുമ്പോൾ വാതിൽ വന്നത് ഭാവനയായിരുന്നു. ഭാവന ഓർക്കുന്ന എനിക്കറിയില്ല. നാടോടിക്കാരനകത്ത് ശ്രീനിസാർ വന്നിട്ട് സിനിമയിച്ച് നോക്കുന്നത് ഞാൻ ഇപ്പോൾ വന്നു. അപ്പം അന്ന് അങ്ങനെയാണ് നടന്നില്ല. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷം കഴിഞ്ഞത് 14 വർഷത്തിന് ശേഷം ഭാവന വരുന്ന ചടങ്ങിൽ ഗസ്റ്റായിട്ട് എനിക്കും വന്ന് ഇരിക്കാൻ പറ്റിയത് വലിയ സന്തോഷം. ഹാപ്പി ടു സീ യു ബാക്ക്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മാളികപ്പത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമ നാളെ തുടങ്ങിയാണ്. മറ്റാരുമല്ല, വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണുവാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ചടങ്ങിൽ ഇരിക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച ഡയറക്ടേഴ്സിൽ ഒരാളാണ് വിനയൻ സാറ്. പപ്പയോട് ആഗ്രഹിച്ചത് ഞാൻ ചെയ്യുകയും ചെയ്തു 10ാം ഭാഗം. ഇപ്പോൾ വിനയൻ സാറോട് പറഞ്ഞത് ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർക്കാൻ ഞാൻ മകനോട് ഇപ്പോൾ ആദ്യം ചെയ്യുന്നു, അടുത്തത് പപ്പയുടെ കൂടെ ചെയ്യും. അത് നിർമ്മിക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ ചേച്ചിക്ക് തരാം.
അപ്പോൾ എന്തായാലും ഈ ഒരു വെഞ്ചറിന് ഒരു വലിയ ആശംസ നേരുന്നു. അപ്പോൾ വലിയ വിജയമാവട്ടെ. എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞോട് ചേച്ചി തിരക്കുന്നുണ്ടാണ്. ബെഡായി ബെഡായുടെ ഒരു വലിയ ഫാനാണ് എൻ്റെ അമ്മ. താങ്ക് യു. ഇതേപോലുള്ള ഫംഗ്ഷനൊക്കെ വന്നാൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റും. പലരെയും കാര്യം പലരെയും എന്താ പറയുക പലപ്പോഴായിട്ട് കാണാൻ സാധിക്കാറില്ല പലരെയും. അപ്പോൾ അതിന് തന്നെ എത്ര നാളുകൂടിയെ കാണുന്നില്ലേ? അപ്പോൾ ഇതേക്കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുണ്ടാവുള്ളൂ. എനിക്കും അത് തന്നെയാണ് പറയുന്നത്. കണ്ട നാൾ മുതൽ പരിചയപ്പെട്ട നാൾ മുതൽ എന്നും സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു തമാശ ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളല്ല പ്രസിദ്ധ. അതിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമകളുടെ പത്രം എന്ന് പറയുന്ന സിനിമയിൽ അനിക്കയുടെ മോളായിട്ട് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് സന്തോഷം. പ്രസീതയുടെ ഈ പുതിയ സംരംഭത്തിൽ എല്ലാ വിജയാശംസകളും നേരുകയാണ്. പിന്നെ സാറ് തുടക്കത്തിൽ എനിക്ക് ഒരുപാട് സിനിമകൾ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് എൻ്റെ ഞാൻ വരുന്ന കാലത്ത്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു എന്താണ് പറയുക, സീരിയസ് അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളിലേക്ക് ഒരു ഭാവി പ്രതീക്ഷയാണ്. വില്ലൻ മാത്രമല്ല തമാശ ഞാൻ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയാണ് പ്രസീത വിളിച്ചിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ നിർബന്ധമായിട്ട് മരണമെന്ന് പറഞ്ഞു. പ്രസീത വിളിച്ചുകൊണ്ട് ഒരിക്കലും വരാതിരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ എല്ലാത്തിനും ഉപരി ഇത് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെ തന്നെ ഇപ്പോൾ വിനയൻ സാറാണെങ്കിലും ഭാവനയാണെങ്കിലും നസീറിക്കാമൊക്കെ എല്ലാം എല്ലാവരെയും ഇതിനകത്തോട്ട് തിരഞ്ഞെടുത്ത് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമകളിലൂടെയും ചിരിപ്പിച്ച പ്രസീത സീരിയസ് ആയിട്ടൊരു കാര്യമായിട്ട് ഇറങ്ങിയാണ്. മലയാള സിനിമയിലോട്ട് പ്രൊഡക്ഷൻ പരിപാടിയായിട്ട് ഇറങ്ങുന്നതാണ്. ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇറങ്ങിയതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഏതായാലും പ്രസീതയുടെ ഈ ആർജിയം വെഞ്ചറിനെ മലയാള സിനിമയിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ പ്രസീത വിളിക്കുന്ന സമയത്ത് നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. സിനിമയിലൂടെയല്ല എനിക്ക് പ്രസിദ്ധയെ പരിചയം. അതിൻ്റെ എത്രയോ മുന്നേ തന്നെ ഞാൻ സിനിമയിലേക്ക് പോകുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ പരിചയമുള്ളതാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നുണ്ട് ഈ സമയത്ത്. മലയാളം ഇൻഡസ്ട്രിയിൽ പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഞാൻ എൻ്റെ പഠനം അതിൻ്റെ മുകളിലായതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 2008 ഒരു സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എക്സിബിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്ഷൻ ആക്കിയ വർക്ക് ചെയ്ത് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് അപ്പോൾ നോക്കുന്ന സമയത്ത് വിജയ നിർമ്മലയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അവരുടെ കവിത എന്ന് പറഞ്ഞുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ സ്ത്രീയും കൂടിയാണ്. അപ്പോൾ അവരുടെ പേരിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ എണ്ണമില്ല, 3-4 സ്ത്രീകൾ 2008 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ പാനലിൽ വെക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ സങ്കടമാണെങ്കിലും എഡിറ്ററായിട്ട് സ്ത്രീകളില്ലല്ലോ, അല്ലെങ്കിൽ ഇതായിട്ട് സ്ത്രീകളില്ലല്ലോ, ഹിസ്റ്ററിയിൽ ഇല്ല. മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2000 കേരളീയത്തിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ വുമൻസ് ഹിസ്റ്ററിനെ മൊത്തത്തിലുള്ള ഹിസ്റ്ററിനെ ബേസ് ചെയ്ത സമയത്ത് അതിലൊരു കാറ്റഗറി സിനിമയിലുമാണ്. അപ്പം ആക്ടേഴ്സൊക്കെ നമുക്കറിയാൻ കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എഴുത്തുകാരികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം വരുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെ ഉണ്ടാകുന്നത് നോക്കിയ സമയത്ത് ഞാൻ നമ്മുടെ രജപുത്രയുടെ ഞാൻ ചോദിച്ചു നോക്കി എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റ് തരും, എനിക്ക് അവരുടെയൊക്കെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പേരുകളും ലിസ്റ്റൊക്കെ തരും. ഞാൻ നോക്കി ഞാൻ 5-6 പേരൊക്കെ ഉണ്ടാവും എന്നുള്ളത്, കാരണം നമുക്ക് പരിചിതമായില്ല. പക്ഷെ വലിയ ലിസ്റ്റാണ്, 19ഓളം പേരുടെ ലിസ്റ്റ് പുതിയ കാലത്തെ സ്ത്രീകളുടെ ലിസ്റ്റ് തന്നു. അപ്പോൾ ഞാനത് നോക്കുന്ന സമയത്ത് വളരെ സജീവമായി സോഫിയയെ പോലെ അങ്ങനെയുള്ള ആൾക്കാരുടെ വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ സാന്ദ്രയെ പോലെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്, നെയിംസേക്കിന് പേര് വെക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. പക്ഷെ പ്രസീത സിനിമയുമായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊഡക്ഷൻ്റെ ഒരു RGM വെഞ്ചേഴ്സുമായി വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം സിനിമ രംഗത്ത് സിനിമയെ അറിയുന്ന, സിനിമയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള, സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു സ്ത്രീ പ്രൊഡക്ഷനുമായി വരുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊമെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലി ഭയങ്കര മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പോൾ ഗംഭീരമാവട്ടെ പ്രസീത. ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ പ്രസീത സുഹൃത്തുക്കളാണ് എല്ലാവരും കൂടി ഉള്ളത്.
താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. അധികം സന്തോഷവും അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. മലയാള സിനിമ കോവിഡിന് ശേഷം അതിൻ്റെ തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ വെഞ്ചർ തുടങ്ങുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചും സിനിമ ജീവിതവുമായി കൊണ്ടു നടക്കുന്ന എന്നെപ്പോലെയും സിനിമയിൽ ജീവിക്കുന്നവരോ എല്ലാവരെ പോലുള്ള ആളുകൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രസിദ്ധയ്ക്കും കുടുംബാംഗങ്ങൾക്കും പ്രസിദ്ധയുടെ സുഹൃത്തുക്കൾക്കും ഈ ഏജന്റുകളുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരു മലയാള സിനിമയുടെ ഒരു വലിയ പടവൃക്ഷമായി വളർന്നു പങ്കെടുക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് പ്രസീദ് എന്നെ വിളിച്ചപ്പോൾ ഓർത്ത് വിളിച്ചല്ലോ എന്നെ. കാരണം മിമിക്രി രംഗത്ത് ആദ്യകാലത്ത് ദിലീപേട്ടൻ നാദിഷകാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട് സ്കിറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 3-ാം മുറ എന്ന് പറയുന്നൊരു സിനിമ വരികയാണ്. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴിതാ വരുന്നു മിമിക്രി മോഹൻലാലിനെയും മമ്മൂട്ടിക്കാരെയൊക്കെ അനുകരിച്ചുകൊണ്ടൊരാൾ. അതാണ് നമ്മുടെ പ്രസീദ. ഏത് ഫംഗ്ഷൻ, ഏത് സിനിമ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പ്രസീദയുടെ മിമിക്രി ഉണ്ടാവും. അപ്പോൾ മിമിക്രിക്കാരെന്ന് പറയാൻ പ്രസീദയാണുള്ളത്. ഞാനൊരു മിമിക്രിക്കാരി അല്ലായിരുന്നു. ഞാൻ ഈ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ട് അല്ലെങ്കിലും നമുക്ക് തോന്നിപ്പോകുന്നത് ലാലേട്ടനാണെന്ന്. അതുപോലെയായിരുന്നു പ്രസീദ ചെയ്തത്. അങ്ങനെ രണ്ടാമത് വന്ന ഒരാളാണ് പ്രസീദ. അപ്പോൾ ആ പ്രസീദ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അടുത്ത് തെസ്നി ചേച്ചി എന്ന് പറഞ്ഞാൽ തെസ്നി ഗാനെന്ന് വിളിക്കും, ചിലപ്പോൾ എഴുതി തെസ്നി എന്ന് വിളിക്കും, തെസ്നി ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ഒരു പ്രസീദയ്ക്ക് ഒരു കാര്യം, ഒരു RGM വെൻഡേഴ്സിൻ്റെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്, ഇവൻ്റാണ് ചേച്ചി, നല്ലതാണ്, ചേച്ചി തരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ വന്നത് വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ വന്നവർ പലവരും നമ്മളെ ഓർക്കാറില്ല, ഓർക്കാൻ സമയമില്ല, തിരക്കാണ്. പക്ഷെ പ്രസീദ അങ്ങനെയല്ല. പ്രസീദ അങ്ങോട്ട് ഇന്ന് വരെ ഒരേപോലെ നമ്മളോട് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു പ്രസീദയുടെ ഈ ഒരു സംരംഭം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ സർവേഷനോട് പറയുകയാണ്. കട്ടയ്ക്ക് എന്ത് കാര്യത്തിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുന്ന അവസരത്തിൽ പറയുകയാണ്. എന്താണെങ്കിലും ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. അതെ, അടുത്തതായി എൻ്റെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട ആര്യ, പ്ലീസ് കം. നമസ്കാരം. ചേച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും എനിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ആപ്പാടെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളത്, ജീവിതത്തിൽ ഞാൻ ഒരാളെ അമ്മായിന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് അമ്മായിമാർ, ഞങ്ങൾ കുറച്ച് തമിഴ് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മായി എന്ന് വിളിക്കാനുള്ള ഇതില്ല. നാട്ടാ ചിറ്റ അങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ ഒരാളെ അമ്മായിന്ന് വിളിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നോട് സ്നേഹത്തോടെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, അമ്മായിക്ക് സുഖമല്ലേ, ഭർത്താവിന് സുഖമല്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ചോദിക്കുന്നത് പ്രസീദ ചേച്ചിനെയും രമേശേട്ടനെയൊക്കെ തന്നെയാണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷനാണ് ചേച്ചിയായിട്ടുള്ളത്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ എന്നെയും ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സ്ക്രിപ്റ്റഡ് കോമഡി മാത്രമേ ചെയ്യാൻ അറിയൂ, അതിലൂടെ ഒന്നും ചെയ്യാനറിയില്ല. പക്ഷെ അതിനേക്കാളും ഒക്കെ വേണ്ടിയാണ് ചേച്ചി ചെയ്യുന്നത്. ലൈക്ക് അത്രയും വർഷം മുന്നേ വന്നിട്ട് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വരുന്നു, അതുപോലെ പിന്നെ കോമഡി ഇത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, അത് ഇത്രയും കൊല്ലം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസീദ ചേച്ചിയാണെങ്കിലും രശ്മിതയാണെങ്കിലും സുബി ചേച്ചിയാണെങ്കിലും ഒക്കെ എൻ്റെ സൂപ്പർ സീനിയേഴ്സ് ആണ്. നിങ്ങളെ കണ്ടിട്ടാണ് ഇപ്പോഴും ആണെന്നോണ്ടിരിക്കുന്നുള്ളൂ, ഒന്നും എത്തിയിട്ടില്ല. അതിനൊരു പാലിട്ട് തരുന്ന ഡയന ചേച്ചി ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ഹാപ്പി പ്ലേസ് ടുഡേ, ഹാപ്പി മൊമെന്റ്. പിന്നെ RGM വെഞ്ചേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഒരു വലിയ കോയിൻസിഡൻസ് ഞാൻ പറയാം, ഞാനും ഒരു സംരംഭകയാണ്, എനിക്കും ഒരു ബിസിനസ് ഉണ്ട്. ഭയങ്കര ഒരു കോയിൻസിഡൻസ്, ഞാൻ എൻ്റെ കൊച്ചിയിലെ സ്റ്റോർ ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 18-നാണ്. ടുഡേ ഈസ് മൈ ഫസ്റ്റ് ആനിവേഴ്സറി. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഷെയറിംഗ് ദിസ് ഡേ വിത്ത് യു. ചേച്ചി പറഞ്ഞു ഇപ്പം അർണവിന് ജനിപ്പിച്ച അതേ ഫീലിംഗ് ആണ്, സെയിം ആണ് എനിക്കും. ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ പ്ലസ് എൻ്റെ കാഞ്ചീപുരത്തിൻ്റെയും ബർത്ത്ഡേ ആണ്. സോ ഐ എം വെരി ഹാപ്പി വി ആർ ഷെയറിംഗ് ദിസ് ടുഗദർ. ചേച്ചി ഫെബ്രുവരി 18 ഭയങ്കര നല്ല ദിവസമാണ്. അതുകൊണ്ട് RGM വെഞ്ചേഴ്സ് അതുപോലെ അടിപൊളിയായിട്ട് വളർന്ന് വലിയൊരു പ്രസ്ഥാനമാവട്ടെ. ഐ ജസ്റ്റ് വാണ്ട് ടു വിഷ് ഓൾ ദ ലക്ക് ആൻഡ് ലവ് ടു യു, ടു ദ ഹോൾ ടീം, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. എല്ലാവർക്കും നമസ്കാരം. പ്രസീദ ചേച്ചി ഞങ്ങൾ പരിചയപ്പെട്ട കാര്യങ്ങളിൽ അന്നും ഇന്നും ഡെയിലി മെസ്സേജ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ച് കുശുമ്പൊക്കെ പറയാറുണ്ട്. പക്ഷേ ചേച്ചി അന്നും ഇന്നും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്.
പിന്നെ വെച്ചാൽ ചേച്ചി പറഞ്ഞു ഇങ്ങനൊരു ഇത് തുടങ്ങുകയാണ്, ഉറപ്പായിട്ടും വരണം. എൻ്റെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച ഏഷ്യാനെറ്റിൽ കുറച്ച് ആൾക്കാർ. ഓക്കെ, ഡയന ചേച്ചി ഉറപ്പായിട്ടും ഫസ്റ്റ് പ്ലേസ് ഡയന ചേച്ചിക്കാണെന്നറിയാം. പിന്നെ ഞാൻ ഇങ്ങനെ ജാലി ഉണ്ടാവും വിഷുവിന് അങ്ങനെ. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി ആർട്ടിസ്റ്റാണ്, പക്ഷെ ചേച്ചി അഡ്വക്കേറ്റാണ്. അപ്പോൾ അഡ്വക്കേറ്റിന് ബുദ്ധി കാണിച്ചു ഇപ്പോൾ മനസ്സിലായി ചേച്ചി. ഇപ്പം എനിക്ക് മനസ്സിലായി കാര്യം. സൂപ്പർ ഹിറ്റ് പടങ്ങളെടുത്ത് 2 ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, വില്ലൻ കം കോമഡി ചെയ്യാൻ നസീറൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കോമഡിക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, ജസ്മിജി ഉണ്ട്, ആര്യയുണ്ട്, ഞാനുണ്ട്, ഹീറോയിനായിട്ട് ഭാവനയുണ്ട്. ബാക്കി കുറച്ച് ആൾക്കാരെ മാത്രം പുറത്തുനിന്ന് വിളിച്ചാൽ മതി എന്നുള്ളത് മനസ്സിലായി. ബാക്കി ബുദ്ധി പ്രയോഗിച്ചെന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ചേച്ചിക്ക് ഉണ്ടാകട്ടെ. പിന്നെ ഡയന ചേച്ചി പറഞ്ഞതുപോലെ, ഡയന ചേച്ചിയുടെ ലക്കി ഗേൾ ആണെന്ന് പറഞ്ഞതുപോലെ ആദ്യമിൻ്റെ ലക്കി ഗേളാണ്. ഒരുപാട് നല്ല പ്രോജക്ട്സും ഞങ്ങളെല്ലാവരെയും വിളിക്കണം. പിന്നെ ബാധിക്കനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനില്ല. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു മതിലിൻ്റെ അപ്പുറം താമസിച്ച ആൾക്കാരാണ്. അന്ന് എന്നെ വർക്കിന് വിളിക്കാറില്ല, ഇന്ന് എന്നെ വർക്കിന് വിളിക്കാറില്ല. ഭയങ്കര കൂട്ടായിരുന്നു, ഉള്ള കാര്യമല്ല പറഞ്ഞേ. പിന്നെ ഫ്രണ്ട് കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റി. 2 മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ കമ്പനി ആർട്ടിസ്റ്റൊക്കെ ദത്തെടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ആദ്യമായിട്ടും ഒരു ഡയറക്ടറിനെ വിളിച്ച് ചാൻസ് വെച്ചിട്ടുണ്ട്. സാറിന് ഓർമ്മയുണ്ടോ അറിയില്ല, ഒരു 2 മാസം മുമ്പ്. പിന്നെ ഭാവന പണ്ട് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഞങ്ങളായിരുന്നു ഡാൻസിന് വിളിച്ചിരുന്നത്. അപ്പോൾ അന്ന് പോലെയുള്ള റിലേഷനുണ്ട്. കുറേ നാൾക്ക് ശേഷം കാണുന്ന അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇനി പുറത്തുനിന്ന് ക്യാമറ അങ്ങനെ കുറച്ച് ആൾക്കാരെ, ഹീറോ അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി. ഞങ്ങൾ കറക്റ്റ് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ മിസ്റ്റർ നന്ദഗോപൻ സർ. പ്ലീസ് സർ. പ്രിയപ്പെട്ട സാർ, എനിക്ക് ഭാവന ഏകദേശം ഒരു 3 വയസ്സ് പ്രായമുള്ള പോകുന്നതാണ്. ഭാവനയുടെ അച്ഛൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആദർശ പപ്പേട്ടൻ അഭിലാഷ് തമ്മിൽ പരിചയമില്ല. നസീർ കണ്ടിട്ട് കുറേ കാലമായി. മോനേട്ടൻ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടയിലാണ് പ്രസിദ്ധാജി എന്നോട് ഇത്തരമൊരു സംരംഭത്തെക്കുറിച്ച് പറയുകയും എല്ലാവരെയും കാണാൻ വീണ്ടും വിനയ് സാർ ഞാനുമായിട്ടൊരു പഴയ ബന്ധമുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. തിരുവനന്തപുരത്ത് ഫോട്ടോഗ്രാഫർ ഗോപൻ. അപ്പോൾ എല്ലാവരും ഉള്ള ഈ ഒരു വേദി ഒന്ന് പ്രസിദ്ധിയുടെ ഈ ഒരു സംരംഭത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിന് വേദിയിരിക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം.